അത് നമ്മുടെ അടുത്ത് നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ട്, ആ പ്രൊഡക്റ്റിനെ സെല്ല് ചെയ്യണം. നമ്മുടെ അടുത്തുള്ള സാധനം ആർക്കും വേണമെന്നില്ല. ഇത് ഏറ്റവും ഇതിൻ്റെ ബേസിക് കാര്യമാണ്. ആളുകൾ വാങ്ങുന്നത് നമുക്കിഷ്ടപ്പെട്ടൊരു സാധനമല്ല. ആളുകൾ വാങ്ങുന്നത് അവർക്ക് വേണ്ട ഒരു സാധനമാണ്. ഡിമാൻഡ് ഉള്ള അല്ലെങ്കിൽ ആളുകൾക്ക് അവർ കാണുന്ന തരത്തിലുള്ള സാധനങ്ങളാണ് വാങ്ങിക്കുക. അവർ ഇമോഷണലുമായിട്ട് കണക്ട് ചെയ്ത സാധനങ്ങളാണ് ആളുകൾ വാങ്ങിക്കുക. ഞാൻ വാങ്ങിക്കുന്നു, നിങ്ങൾ വാങ്ങിക്കുന്നു ഒക്കെ അങ്ങനത്തെ. അപ്പോൾ ആ ഒരു തരത്തിലേക്ക് നമ്മുടെ പ്രൊഡക്റ്റിനെ മോഡിഫൈ ചെയ്യാൻ കഴിയും. നിങ്ങളുടെ പ്രൊഡക്റ്റിൽ നിങ്ങൾക്ക് എത്ര വിശ്വാസമുണ്ട്, ആ പ്രൊഡക്റ്റിനെ നിങ്ങൾ കാണുന്നത് എങ്ങനെയാണ്. അത് കഴിഞ്ഞാൽ അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് അതിനെക്കുറിച്ച് നിങ്ങൾ പറയുന്നത് എന്താണ്. അപ്പോൾ ആ പ്രൊഡക്റ്റിനെ കുറിച്ച് നമ്മുടെ ഇൻറ്റേർണൽ കമ്മ്യൂണിക്കേഷൻ നന്നായിരിക്കണം. നമുക്ക് ആ പ്രൊഡക്റ്റിൽ വിശ്വാസമുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഏത് സിറ്റുവേഷനിലും അതിനെ സെല്ല് ചെയ്യാൻ പറ്റും. ഒന്നുകൂടി ഞാൻ ചുരുക്കി പറയാം. അതായത് ഒരു പ്രൊഡക്റ്റ് 100% ആണെങ്കിൽ 80% അതുമായിട്ടുള്ള നമ്മുടെ മൈൻഡ് സെറ്റാണ് ആ പ്രൊഡക്റ്റ് വിജയിക്കാൻ കാരണമാവുന്നത്. 15% അതിൻ്റെ മാർക്കറ്റിംഗ് ആൻഡ് സെയിൽസ്, 5% പ്രൊഡക്റ്റിൻ്റെ പൊസിഷൻ. ഇത് മനസ്സിലാക്കിയാൽ മതി.